ഉപവാസ പ്രാർത്ഥനയുടെ അവസാനത്തെ ദിവസമാണ്. ചില സമയങ്ങൾ മാത്രമേ ഉപവാസ പ്രാർത്ഥന അവസാനിക്കാനുള്ളൂ. അപ്പോൾ അതിൽ ആശ വെച്ച് നമ്മൾ തുടങ്ങിയതാണ്. കർത്താവ് ചെയ്യേണ്ടത് കർത്താവ് ചെയ്യും, നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യണം. കർത്താവ് ചെയ്യേണ്ടത് നമ്മൾ കയറി ചെയ്യേണ്ട, നമ്മൾ ചെയ്യേണ്ടത് കർത്താവ് കയറി ചെയ്യുകയും. അതുകൊണ്ടാണ് വചനം പറയുന്നത്, രണ്ടുപേർ ഒത്തിട്ടല്ലാതെ ഒരു വഴിക്ക് പോകാൻ പറ്റും. നാം ധൈര്യത്തോടു കൂടി നമുക്ക് ലഭിക്കുന്ന സാഹചര്യം അനുസരിച്ച് നമ്മളെ കൊണ്ടാകാവുന്ന അർത്ഥം പ്രാർത്ഥിക്കുക, ഉപവസിക്കുക, ജാഗരിക്കുക, തെറ്റുകൾ ഏറ്റുപറയുക, ക്രമീകരണം പ്രാപിക്കുക. അപ്പൊ കർത്താവ് ചെയ്യേണ്ടതാണ് നമ്മുടെ തെറ്റുകളെ ക്ഷമിക്കുക, നമ്മുടെ കുറവുകളെ പരിഹരിക്കുക, നമ്മെ തികഞ്ഞവരാക്കി തീർക്കുക എന്നുള്ളതെല്ലാം കർത്താവ് ചെയ്യേണ്ടതാണ്. ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ചെയ്യരുത്. അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ചെയ്താൽ കർത്താവിന്റെ കരം അനങ്ങാതാവും. അവിടെയാണ് ഇത് യാത്ര ചെയ്തു പോകുമ്പോൾ രണ്ടുപേർ ഒക്കുന്നത് പോലെയാണ്. രണ്ടുപേരും ഒത്തിട്ട് ഒരു യാത്ര പുറപ്പെടാം. നീ ചെയ്യേണ്ടത് ഇന്നത്, ഞാൻ ചെയ്യേണ്ടത്. കർത്താവ് ചെയ്യേണ്ടത് ഇന്നത്, നീ ഭക്തൻ ചെയ്യേണ്ടത് ഇങ്ങനെ അങ്ങോട്ട് പോകും. അങ്ങനെ അങ്ങോട്ട് പോകുമ്പോഴേക്കും ഒരിക്കലും കാര്യങ്ങൾ ഭംഗിയായിട്ട് മുമ്പോട്ട് പോകണമെങ്കിൽ നമ്മൾ ഒരുമിച്ച യാത്ര പോകുന്നത്, കർത്താവുമായിട്ട് ഒരുമിച്ച് യാത്ര പോവുക. ഒരുമിച്ച് യാത്ര പോകുമ്പോൾ ഒന്നാമത്തെ പ്രശ്നം, രണ്ടുപേർക്കും രണ്ട് സ്വഭാവമാകരുത്. ഒരുമിച്ച് യാത്ര പോകുമ്പോഴത്തേക്കും ഒരാൾക്ക് മീൻ ഇഷ്ടം, ഒരാൾക്ക് ബീഫ് ഇഷ്ടം. ഒരാൾക്ക് പെട്ടെന്ന് ദേഷ്യം വരും, ഒരാൾക്ക് പെട്ടെന്ന് ദേഷ്യം വരില്ല. ഒരാള് മഹാഭിഷക്കൻ, ഒരാള് അങ്ങനെയല്ല. രണ്ടുപേർക്കും എങ്ങനെയായിരിക്കണം? ഒരു സ്വഭാവമായിരിക്കും. അതുകൊണ്ട് കർത്താവ് ഈ യാത്ര തുടങ്ങിയപ്പോ, ഈ യാത്ര തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് രണ്ട് സ്വഭാവമായ ശരിയാവില്ല. ഈ യാത്ര ഏറ്റവും ആദ്യമേ ഒരു സ്വഭാവമാണ്. രണ്ട്, അതിനു വേണ്ടിയിട്ട് ഒന്നാമത് ചെയ്യുന്നതാണ്, നീ വാ എന്നിട്ട് എന്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിക്കും. എന്റെ മുഖം അങ്ങോട്ട് നിന്റെ കെട്ടിട്ട് വയ്ക്കും. എന്തിനാണെന്നറിയാം? ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എന്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിക്കും. എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം. പ്രാണം നിനക്കണോ? ആ മുഖം എടുത്ത് കഴുത്തിൽ. മുഖം കഴുത്തിലുണ്ടെങ്കിൽ പ്രാണന് ആശ്വാസ. കാരണം മുഖമാണ് കർത്താവ് കൂടെ ഉണ്ടെന്നുള്ളതിന്റെ ഒരു. ഇങ്ങനെ മുഖവും ഏറ്റുകൊണ്ട് യാത്ര പോവാണ്. വേഗം പോയി കഴിഞ്ഞപ്പോഴത്തേക്കും എത്ര നേരം ഈ മുഖം ഇരിക്കണം. ഈ മുഖം ഒരു വല്ലാത്ത പ്രശ്നമാണ്. മനുഷ്യന്റെ മുമ്പിൽ ഒന്ന് നോർന്നു വെക്കാൻ പറ്റും, ഒരു കാര്യം സംസാരിക്കാൻ പറ്റും, എല്ലാറ്റിനും ഒരു മഹാ പ്രശ്നങ്ങളാണ്. ഈ മുഖം ശരിയാവില്ല, അതങ്ങോട്ട് മാറ്റി വയ്ക്കാം. എന്ത് സുഖമുണ്ട്. ഇങ്ങനെയാണ് ദൈവം അനുവദിച്ചിരിക്കുന്ന കഷ്ടതയും സാഹചര്യവും വിട്ട് മനുഷ്യർ പോകാൻ തോന്നും. ഒരു വീട്ടില് ഒരാള്, ഒരു പെൺകുട്ടി രക്ഷിക്കപ്പെട്ട് രണ്ടാമത്തെ പെൺകുട്ടി തിരുവല്ലാഭാഗം
വിശ്വാസത്തിൽ വന്നതോടുകൂടി ഒരു സമുദായക്കാരൻ അപ്പനും അമ്മയും അങ്ങ് ഇളകി, സഹോദരന്മാരിളകി, സഹോദരിമാരും ബാക്കിയുള്ളവർ മുഴുവനും അങ്ങോട്ട് ഇളകി. എതിരാ, ഭയങ്കര എതിരാ. പക്ഷെ കൈക്രിയ ഒന്നും ചെയ്യാൻ എങ്കിലും ഇവള് കഷ്ടപ്പെട്ട് പുസ്തകം വായിക്കും, പ്രാർത്ഥിക്കും, സഹോദരങ്ങളൊക്കെ വന്ന് എത്തി നോക്കും എന്നാ ചെയ്യുന്നേ. അപ്പൊ വായിക്കുന്ന പുസ്തകത്തിന്റെ ഉള്ളില് പുസ്തകത്തിന്റെ വേദപുസ്തകത്തിന്റെ പേജുകൾ അഴിച്ചു വെച്ച് അത് വായിക്കും, പ്രാർത്ഥിക്കും, എല്ലാം ഉപദ്രവം. അവസാനം ഇവർക്ക് മനസ്സിലായി ഇവള് വഴിതെറ്റിയെന്ന്. അവള് തന്റെ ഭക്തി മുറുകെ പിടിച്ച് എന്തോ ആയി. ചുരുക്കം പറയട്ടെ, വലിയ പ്രശ്നങ്ങളായപ്പോഴേക്കും എന്തിനാ ഈ പ്രശ്നം, എന്തിനാ വഴക്കുണ്ടാക്കണം, ഇത്രയും നാളും ജീവിച്ചത് ഇങ്ങനെയല്ലേ, സമുദായത്തിലല്ലേ, അതിനോട് ചേർന്നങ്ങ് പോയാൽ മതി. പുസ്തകം താഴ്ത്തു വെച്ച് വിശ്വാസം ഉപേക്ഷിച്ച് എല്ലാം വിട്ട് കുറച്ച് കാര്യങ്ങൾ കഴിയുമ്പോഴത്തേക്കും എല്ലാവർക്കും സന്തോഷമായി. കുടുംബത്തിൽ എല്ലാവർക്കും ഭയങ്കര സന്തോഷം. കാരണം പണ്ട് ഇളയ മകനെയായിരുന്നു ഇഷ്ടം, ഇപ്പൊ രണ്ടാമത്തെ മോളെ. അതെന്താ കാരണം? തള്ളിപ്പറഞ്ഞു കഴിഞ്ഞാൽ, കർത്താവിനെ തള്ളിപ്പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചു നാളത്തേക്ക് നല്ല മാന്യതയായി. ഭയങ്കര ഇതാ. നമ്മളിപ്പോ ജാതികളുടെ ഇടയിൽ ചെന്ന് പറഞ്ഞ് വിശ്വാസം വിട്ടിട്ട് വരുമെന്ന് പറഞ്ഞു. ആരംഭ സഭയിൽ പണ്ട് ഒരാളുണ്ടായിരുന്നു. ആ ആള് വിശ്വാസം തീക്ഷ്ണതയോടൊക്കെ നിന്നയാളാ. അവസാനം അത് വിട്ടിട്ടതിന് ശേഷം പള്ളിയിൽ പോയി ചെന്ന് തന്റെ പാപം ഏറ്റു പറഞ്ഞു. ഞാൻ ഇങ്ങനെ എഴുന്നേറ്റി പോയി, ബന്ധക്കോസ്തിൽ പോയി, കുറച്ചാള് പോയി, അയ്യോ അത് തെറ്റായിരുന്നു, എനിക്ക് ബുദ്ധിയായി, ഞാൻ തിരിച്ചു വന്നു പറഞ്ഞു. എന്റെ മുന്നേ ഇത്രയും വലിയ പള്ളിയില് മുഖ്യ സ്ഥലത്ത് മധുവ എന്ന് പറയുന്നതാണ് അവരുടെ മുഖ്യ അധിവിശ്വസ്ഥലം. അതിന്റെ തൊട്ട് താഴ്ത്ത് നിന്ന് സാക്ഷ്യം പറയാൻ അവസരം കൊടുത്തത് ഇതൊരു മാന്യത, ഒരു മനോഗതി. കർത്താവിനെ തള്ളി പറഞ്ഞാൽ ഒരു മാന്യത ഉണ്ട്. അതാ യൂദ ചെന്നപ്പോ പറഞ്ഞേ, എന്താ നിങ്ങൾ എനിക്ക് എന്ത് തരും, ഞാൻ അവനെ കാണിച്ചു തരാം. അപ്പൊ അവിടെ മൂപ്പന്മാരും മഹാപുരോഹിതന്മാരും സന്തോഷിച്ച് അവന് ദ്രവ്യം കൊടുത്തു. അപ്പോ ചുരുക്കം പറഞ്ഞത്, നമ്മൾ ഈ പറഞ്ഞ ചരിത്രം മറന്നുപോയത്, കുടുംബത്തിൽ രണ്ടാമത്തവൾക്ക് ഭയങ്കര മാന്യതയാണ് ആ ഭവനത്തിൽ. എന്നാൽ നാളുകൾ കടന്നുപോയി. നാളുകൾ കടന്നുപോയിട്ട് 7 അംഗങ്ങളുള്ള ആ കുടുംബത്തില് എല്ലാവരും 5 പേര് കർത്താവിനെ അറിഞ്ഞ് വിശ്വാസത്തിൽ വന്ന് തീക്ഷ്ണതയോടെ സത്യത്തിലും ആത്മാവിലും ആരാധിച്ച് ബന്ധക്കോസ്തിൽ വന്നു. ഈ ഒരാൾ മാത്രം വന്നിട്ടില്ല, ഒറ്റയാൾ മാത്രം. അവരിന്നും ആ പഴയതിലാണ്. കാരണം വിശുദ്ധന്മാർക്ക് ഒരിക്കലായി പരമേൽപ്പിച്ചിരിക്കുന്ന ഒറ്റ പ്രാവശ്യം. ഈ ഒറ്റ പ്രാവശ്യം കൊണ്ട് വരുമ്പോഴേക്കും കർത്താവിന്റെ സ്വഭാവം തരാനായിട്ട് വെച്ചു കൊടുക്കുന്നതാണെന്ത് മുഖം. ആ മുഖം ഏറ്റ് മുൻപോട്ട് പോയാൽ കുറച്ച് നാളിനുള്ളിൽ കർത്താവിന്റെ സ്വഭാവം പകരും. കർത്താവിന്റെ സ്വഭാവം പകർന്നാൽ പിന്നെ യാത്ര 2 പേര് പോവാണ്. ഒരുപോലെ ഉഴവ് നമ്മൾ കണ്ടിട്ടുണ്ട്, കാളയെ കൂട്ടി ഒഴുകുന്ന കണ്ടിട്ടുണ്ട്. നല്ല പൊടി ഉഴവില് ദൂരത്തുനിന്ന് കണ്ട നമ്മള് സന്തോഷിച്ചു പോകും. കാരണം ഒഴുകാരൻ പുറകെ 2 കാളയും, ഒരടിയും വേണ്ട, പിടിയും വേണ്ട, ഒന്നും വേണ്ട, നല്ല കട്ട ഉടച്ച് ഇങ്ങനെ പൊഴി തെളിച്ചങ്ങ് പോകുന്ന കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സന്തോഷം വരും. എന്നാൽ രണ്ട് മൃഗങ്ങളാണെങ്കിലോ അത് പ്രശ്നങ്ങളാണ്.
അപ്പൊ ഏറ്റവും ആദ്യമേ തന്നെ കർത്താവിന്റെ അടുക്കൽ വന്നു കഴിഞ്ഞാൽ കർത്താവിന്റെ നിർബന്ധമുള്ള കാര്യമാണ് എന്താണ്? ആദ്യം രണ്ടുപേരും ഒരു സ്വഭാവമായി തീരും. കർത്താവും ഭക്തനും ഒരു സ്വഭാവമായി തീരും. രണ്ടാമത്തെ ഘട്ടമാണ്. അവിടെയാണ് പ്രശ്നം. രണ്ടാമത്തെ ഘട്ടം. ആദ്യത്തെ ഘട്ടം പിടിച്ചു നിന്ന് സ്വഭാവമൊക്കെ ഉണ്ടോ. നമ്മൾ ഇനി മുമ്പോട്ട് പോവുക. നീ ചെയ്യേണ്ട കാര്യങ്ങൾ ഉണ്ട്, അത് നീ ചെയ്ത് വെച്ചാൽ മതി. ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ അത് ഞാൻ ചെയ്യേണ്ടതിൽ നീ കയറി ഇടപെടൽ. ഒന്നാമത്തെ നീ ഭാരം വയ്ക്കരുത്. എന്ത് ചെയ്യാൻ പാടില്ല? നിനക്കടാവൂല. ഈ യാത്ര പൂർത്തിയാക്കണമെങ്കിൽ നീ ഭാരം വെച്ചോണ്ടിരുന്നാൽ ശരിയാവില്ല. നിന്റെ ഭാരവും മറ്റുള്ളവരുടെ ഭാരവും മറ്റുള്ളവരോടുള്ള ഭാരവും പൊതുവായിട്ട് വേദോക്തപ്രകാരം ഭാരം 5 ഉണ്ട്, എന്നാലും പ്രധാനമായിട്ട് 4 ഉണ്ട്. ഉപജീവന ചിന്തകളെ കുറിച്ചുള്ള ഭാരം, പിന്നെ ലജ്ജാഭാരം, അങ്ങനെ ഒരു 4 ഭാരം നമുക്ക് വേദോക്തം പറഞ്ഞിട്ടുണ്ട്. ഈ ഭാരം പാടില്ല. ഈ ഭാരം ആര് വഹിക്കണ്ട? കർത്താവ് വഹിക്കണ്ട. നീ അങ്ങോട്ട് വെച്ചോളാം. ഇല്ലെങ്കിൽ നീ ഇത് പൂർത്തിയാക്കാൻ പറ്റില്ല. കാരണം അകൃത്യഭാരം ചുമക്കുന്നവന്റെ വഴി ബാക്കി ഒന്ന് പറഞ്ഞു സമ്മതിക്കണമല്ലോ. അകൃത്യഭാരം വഹിക്കുന്നവന്റെ വഴി വളഞ്ഞിരിക്കും. ഒരാള് വെറുതെ അങ്ങ് പോകുന്നവരുണ്ട്, നല്ല ചുമടി ചുമന്ന് പോകുന്നവരുണ്ട്. നല്ല ചുമന്ന് പോകുന്നവരുടെ വഴി വെട്ടി 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 പോയിക്കൊണ്ടിരിക്കും. പൂർത്തിയാക്കാൻ പറ്റില്ല. അതുകൊണ്ട് എന്ത് ചെയ്യാൻ പാടില്ല? ഭാരം വയ്ക്കാൻ പാടില്ല. ഭാരം വെച്ചോണ്ടിരിക്കാൻ പാടില്ല. ദാസൻ നെബു സംസാരിച്ചതിന്റെ തുറന്ന് സംസാരിക്കാൻ വന്നതാണ്. പക്ഷെ ഇങ്ങനെ അങ്ങ് പോയി കഴിഞ്ഞാൽ ഈ ഓട്ടം പൂർത്തിയാക്കില്ല എന്ന് ദൈവത്തിന്റെ ആത്മാവ് സൂചിപ്പിക്കുന്ന ജീവിതങ്ങൾ ഇവിടെ ഉണ്ട്. ഭാരം നീക്കിക്കളയണം. ഭാരം നീക്കിക്കളയണം. രണ്ടാമത്തത്, തന്നിഷ്ടം ചെയ്യാൻ പാടില്ല. ഏത് കാര്യം ഞാൻ അത് ചെയ്യും, ഞാൻ അവിടെ പോകും, ഇവിടെ പോകും, നാളെ പോകും, ഇങ്ങനെ ഒന്നും പറയാൻ പാടില്ല. ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകും. പിന്നെ ദൈവേഷ്ടം ചെയ്യുന്നവൻ എന്നേക്കും. ഞാൻ അവിടെ വരെ പോവാ എന്തെങ്കിൽ പറ, ദൈവത്തിന്റെ ഇഷ്ടമാണെങ്കിൽ നാളെ ഞാൻ ഒന്ന് ഇന്ന സ്ഥലത്ത് വരും. അപ്പൊ ദൈവത്തിന്റെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ അത് അവൻ തീരുമാനിക്കുന്ന. നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ കയറി എടുക്കാൻ പാടില്ല. ആരും കയറി എടുക്കാൻ പാടില്ല. തന്നിഷ്ടം ചെയ്യാൻ പാടില്ല. അത് ദൈവത്തിനുള്ളതാ. മൂന്നാമത്തെ കാര്യമാണ് പ്രതികാരം ചെയ്യാൻ പാടില്ല. പ്രതികാരം ഉള്ളിൽ വയ്ക്കാനും പാടില്ല. പ്രതികാരം എനിക്കുള്ളത്. ഏതൊക്കെ കർത്താവ് നമ്മൾ ഒരുമിച്ച് യാത്ര ചെയ്ത് തുടങ്ങുമ്പോഴത്തേക്കും കർത്താവിനുള്ള കാര്യം നമ്മൾ കയറി എടുക്കുന്ന കാര്യങ്ങളൊന്ന് പറഞ്ഞേ. ഭാരം അത് കർത്താവിനുള്ളതാ. ഇഷ്ടം അത് കർത്താവിനുള്ളതാ. പ്രതികാരം അത് കർത്താവിനുള്ളതാ. അത് ശരിയല്ല. അത് മനസ്സിൽ പ്രതികാരം കുറിച്ചിടുന്നവന് അവസരം തന്നെ വരുമെന്നാണ്. നിന്റെ ജനത്തിന്റെ മക്കളോട് പക വയ്ക്കരുത്. ഒരു മനുഷ്യനോട് എന്ത് ചെയ്യാൻ പാടില്ല? പക വയ്ക്കാൻ പാടില്ല. കാരണം പ്രതികാരം കർത്താവിനുള്ളതാണ്. അവനെ അത് ചെയ്യാവൂ, അവനെ അത് സാധിക്കൂ. ഇല്ല എങ്കിൽ നിന്റെ പാപം നിന്റെ മേൽ വരും. ഒരു കർത്താദാസൻ തീർത്തും അനീതി ചെയ്യുക. അനീതി ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ
നമുക്ക് കേട്ടോണ്ടിരിക്കാൻ പറ്റില്ല, നമുക്ക് കണ്ടോണ്ടിരിക്കാൻ പറ്റില്ല. അത്രമാത്രം ഉണ്ടായ സംഭവമായി പറഞ്ഞു. അതും ഇതെങ്ങനെ ഇത് ഈ സഭ എങ്ങനെ മുമ്പോട്ട് പോകും? നിവർത്തിയില്ലാതെ ഒരുത്തിന് എഴുന്നേറ്റതിന് ശേഷം സഭാമധ്യേ ആ കാര്യം ഉറക്കെ വിളിച്ചു പറയും, പാപമാണ്, നിങ്ങൾ പാപിയാണ്, ഇന്ന കാര്യങ്ങളാണ് ചെയ്തത്, മുതലായ കാര്യങ്ങൾ സംഗതി മൊത്തം അങ്ങോട്ട് കാര്യം സംഭവിച്ചത്. ആ കർത്താദാസൻ വഷളായവനാണെങ്കിലും എല്ലാവർക്കും അറിയാം അദ്ദേഹം ദോഷിയാണ്. ഇന്നും സഭയിൽ ആരും ഗണ്യമാക്കുന്നില്ല. അതിനൊരു സമയം ദൈവം വെച്ചിട്ടുണ്ട്, ആ വഴിക്ക് പോകുന്നു. ഈ ചെയ്ത മനുഷ്യൻ, ഈ കലക്കമുണ്ടാക്കിയ മനുഷ്യൻ, സഭായോഗം സ്തംഭിക്കത്തക്കതിൽ പ്രശ്നം ഉണ്ടാക്കിയ മനുഷ്യൻ, അവന്റെ ജീവിതം അനുഭവിച്ച വേദനകൾ, കഷ്ടങ്ങൾ ഏറ്റവും ഭയങ്കരം. ഇന്നും അദ്ദേഹത്തിന്റെ ഒരു അസ്ഥി ഒടിഞ്ഞതും അദ്ദേഹത്തിന്റെ കുഞ്ഞുങ്ങൾക്കും അദ്ദേഹത്തിന്റെ ഇങ്ങനെ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ കേട്ടാൽ എത്ര ഭയങ്കരമാണ്. പ്രതികാരം കർത്താവിനുള്ളത്. താമസം വരും, കാത്തിരിക്കണം. ഇത് എത്ര നാളെ നമ്മൾ കാത്തിരിക്കും? അവസാനം ശോഭിച്ച് നിവൃത്തിയില്ലാതെ ഞാനും പ്രവർത്തനുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എന്നെ ഒഴിവാക്കണ്ടല്ലേ, എന്റെ നേരെ കൂടെ വിരൽ ചൂണ്ടിട്ടായി പറയുന്നത്. പാടില്ല. കാരണം ദൈവസഭയെ നിയന്ത്രിക്കേണ്ടവൻ ദൈവമാണ്. ദൈവസഭയുടെ അടിസ്ഥാനവും തലയും സ്വഭാവത്തെ ഉലാവുന്നതിനും കർത്താവാണ്. അവിടെ നമുക്ക് കാര്യമില്ല. ഇനി അവിടെ എന്തെങ്കിലും അത്രമാത്രം അസ്വസ്ഥതയുണ്ടെങ്കിൽ മാറിയേക്കണം. നമ്മുടെ കാര്യം പറയുക, ഞാൻ ഇതിൽ കണ്ടത് ഇതാണ്, ഞാൻ മനസ്സിലാക്കിയത് ഇതാണ്, ഇത് പറഞ്ഞതിന് ശേഷം അങ്ങ് മാറിയേക്കാം. തീരുമാനം ദൈവം ഉണ്ടാക്കുക. കാരണം കണ്ണറിയാൻ പാടില്ലാത്തവനും ചെവി വെക്കാൻ പാടില്ലാത്തവനും ബുദ്ധിയില്ലാത്തവനും അല്ല ഈ യാത്രയിൽ കൂടെ ഉള്ളവൻ. ഇതെല്ലാം നമ്മേക്കാൾ കൂടുതലുള്ളവനും, നമ്മേക്കാൾ കൂടുതൽ മനസ്സലിവുള്ളവനും, നീതിബോധമുള്ളവനും, പ്രതികാരം ചെയ്യാൻ കഴിവുള്ളവനോ. പിന്നെ നമ്മളെ എനിക്ക് ഇടപെടുന്നതിനാ പത്രത്തിൽ ക്രമീകരണത്തിന് വേണ്ടിയിട്ടായി പറയുന്നത്. പലതും അങ്ങ് നിർത്തുവാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇത് മറ്റുള്ളവരോടല്ല, എന്നോടും കൂടെ കൂടി. ഇന്ന് നമ്മൾ പുതിയൊരു ഇത് നമ്മൾ പെട്ടെന്ന് പറയുമ്പോൾ വരും, ഇത് അനേകർക്ക് വളമാണ്. അനേക കർത്താന്റെ ദാസന്മാർക്കും അത് വളമാണ്. കാരണം സുഖമല്ലേ, മിണ്ടാതിരിക്കുന്ന സഭയുടെ മുമ്പിൽ എന്തും പറയാം, എന്തും പ്രവർത്തിക്കാം. എല്ലാറ്റിനും അളന്നു തൂക്കി ഓരോരുത്തരും അവനവന്റെ പ്രവർത്തിക്ക് തക്കണവും ഹൃദയോചാരങ്ങൾക്കൊത്തവണ്ണവും പ്രതിഫലം കൊടുക്കുവാൻ കഴിവുള്ളവരെ നമ്മൾ ആരെന്ന് വിളിക്കുന്നു? പിതാവെന്ന് വിളിക്കുന്നു. ഇടപെടണ്ട. കൃതാർത്ഥം. എത്ര കാര്യം ഒന്ന് പറഞ്ഞു, ഇതെല്ലാവരും കേട്ടോ. 1 ഭാരം, 2 ഇഷ്ടം, 3 പ്രതികാരം, 4 ഇനിയുണ്ടാവും വിധിക്കരുത്. ആരെയും വിധിക്കാൻ പാടില്ല. കാരണം പെട്ടെന്ന് കാണുമ്പോൾ അങ്ങനെയൊക്കെ തോന്നും. എങ്ങനെ? കള്ളൻ, കവർച്ചക്കാരൻ, കൊലപാതകൻ ഒക്കെയാ, എല്ലാം ശരിയാ. ഒരാള് പണ്ടത്തെ കാലത്ത് 39 അടി അടിച്ചു വിടുന്നവരുണ്ട്. 39 അടി അടിച്ചു.
40 അടി ഒരു വട്ടം കുറേ അടിച്ച് ശിക്ഷിച്ചു വിടുന്നവരുണ്ട്. ഈ ശിക്ഷിച്ച് വിടുന്ന കുറ്റം എന്ന് പറഞ്ഞാൽ അതൊരു കുറ്റമാണ്. എന്നാൽ ഒരു മനുഷ്യനെ ക്രൂശീകരണം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം? ക്രൂശീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലിലും കയ്യിലും ആണിയടിച്ച് തൂങ്ങിക്കിടക്കുക. അന്ന് മരിക്കണമെന്നില്ല, പിറ്റേ ദിവസം മരിക്കണമെന്നില്ല. അന്ത്യശ്വാസം കാറ്റിപ്പോകും, ശ്വാസം വിട്ട് മരണപ്പെടും എന്ന് കാണുമ്പോ പ്രാണവേദനയില് കാല് ആണിയിൽ തന്നെ ചവിട്ടി, അടിച്ച ആണിയിൽ തന്നെ ചവിട്ടി ഒന്ന് നിവർന്നു നിൽക്കുമ്പോൾ ഒരു അല്പശ്വാസം കിട്ടും. പിന്നെയും കിടക്കും മണിക്കൂറുകൾ. ഇങ്ങനെ ചിലപ്പോ 2-3 ദിവസം കിടക്കുന്ന മനുഷ്യ കോലങ്ങൾ അന്ന് അവിടെ ഉണ്ടായിരുന്ന പറയണം. അന്നത്തെ കാലത്ത് റോമ ഗവൺമെന്റ് കീഴിലുണ്ടായിരുന്നവര്. അപ്പൊ പറഞ്ഞു വന്നൊരു സാധനം, അപ്പൊ അവൻ എന്തുമാത്രം തെറ്റ് ചെയ്തിട്ടായിരിക്കും അങ്ങനെ ചെയ്യുന്നത്? യേശുവിനെ നിരപരാധി, അത് കഴിഞ്ഞു. ആ കള്ളന്മാര്, ആ ചീട്ടെടുക്കണ കള്ളന്മാര് എന്ത് ചെയ്തിട്ടായിരിക്കും? സംശയം വേണ്ട, നിശ്ചയമായിട്ടും അതുപോലുള്ള തെറ്റ് അവരുടെ കയ്യിലുണ്ട്. ഇവനെയൊക്കെ കൊന്നു കളയണം, ഇവനൊക്കെ ഒരിക്കലും ഗതി പിടിക്കാത്തവൻ, ഇവൻ നാശയോഗ്യനാ എന്ന് ആ കള്ളനെ കുറിച്ച് നമുക്ക് പറയാമോ? പറയാം. എന്തുകൊണ്ട് പറയാൻ പാടില്ല? അവന്റെ ശ്വാസം പോകുന്നതിന് മുമ്പ്, പ്രാണൻ പോകുന്നതിന് മുമ്പ്, ഇന്നല്ലെങ്കിൽ നാളെ പ്രാണൻ അറ്റു പോകുന്നതിന് മുമ്പ് യേശുവേ എന്ന് വിളിക്കുന്ന ഒരു ഹൃദയത്തിന്റെ ഉടമയാണവൻ. അവനെ വിധിക്കാമോ? പാടില്ല. അതുകൊണ്ട് വചനം പറയുന്നത്, സമയത്തിന് മുമ്പേ നിങ്ങളൊന്നും വിധിക്കരുത്. വിധിക്കരുത്. ഓ, എത്ര കാര്യമായി? 4. കേട്ടോ? ഈ വിശ്വാസയാത്രയിൽ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ കൂടെ ഒരുവനുണ്ട്. പ്രാരംഭമായിട്ട് അവൻ ചെയ്യുന്ന കാര്യം ഞാൻ പറഞ്ഞു. പ്രാരംഭമായിട്ട് അവൻ എന്ത് ചെയ്യുന്നു? അവന്റെ സ്വഭാവം നമുക്ക് വരാൻ വേണ്ടി എന്ത് വയ്ക്കുന്നു? ലിതിയ, നോകം വെച്ച് കഴിഞ്ഞാൽ ഒരു കാലഘട്ടം കഴിയുമ്പോൾ നമ്മൾ അവന്റെ സ്വഭാവങ്ങളായി തീരും. അത് ഏതാ സ്വഭാവം? പറഞ്ഞേ. സൗമ്യതയും താഴ്മയും. സൗമ്യതയും ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാകിയാൽ എന്റെ നുഖം വെച്ചുകൊണ്ട് എന്നോട് വിളിക്കും. കർത്താവ് ആ നുഖം വെച്ച് കഴിയുമ്പോഴത്തേക്കും അത് ചിലപ്പോ തോന്നും, ഇത് ഞാൻ ഇവിടെ ഇരുന്ന് ഇങ്ങനെ വേറെ ഇറങ്ങി ചാവണമല്ലാതെ ഞാനിത് ഇപ്പൊ കിട്ടും ഇപ്പൊ കർത്താവിന്റെ പ്രവൃത്തി ഉണ്ടാവുമെന്ന് പറഞ്ഞ് ഞാൻ നോക്കിയിരുന്ന് ഒരു ദിവസം ഇപ്പൊ ഇങ്ങ് വരും എന്നുള്ളതല്ല. ഇതൊക്കെ തോന്നും. പക്ഷേ ഒരു ദിവസമുണ്ട്, ഇത്രയായിട്ട് കാര്യങ്ങൾ ഇത്രയായല്ലോ, എന്നെ കർത്താവായിട്ട് പ്രവർത്തിച്ചില്ലല്ലോ, എനിക്ക് ഇത്രയായിട്ട് ഞാൻ എന്തോരം സഹിച്ച് ഞാൻ ചവിട്ടുകത്തെയാണ് കർത്താവേ, എല്ലാവരും എന്നെ തൊഴിക്കുക കർത്താവ്, ഇതെല്ലാം പറയണമല്ലാതെ ഇപ്പോഴും മറ്റേ സാധനം വന്നിട്ടില്ല. ഏതാ? ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ കേൾക്കണം, വായിൽ നിന്ന് ഇങ്ങോട്ട് വന്ന് കേൾക്കണം. ഞാൻ അങ്ങോട്ട് ഇരിക്കുവാന്ന് പറഞ്ഞു ഒരു സഹോദരിക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും പുറകിന്ന് എല്ലാവരും തിരക്ക് പിടിച്ച് ചുവട്ട് കയറുക. അപ്പൊ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരിയുടെ കയ്യിൽ പോകുന്ന ഒരു കൊച്ചിന്റെ തട്ടിയിട്ട് ആ സഹോദരി ഒരു നോട്ടം നോക്കിയിട്ട് ആ കൊച്ചു 2 ദിവസത്തേക്ക് പേടി മാറിയിട്ടില്ല. എന്തിനാ നോക്കം വെച്ചേക്കണേ? സഹോദരിക്ക് താഴ്മയ്ക്കും വല്ല താഴ്മ. അതിന് പറയാ നോക്കിയിരിക്കുക, ഇപ്പൊ വരും കർത്താവ്, ഇപ്പൊ കർത്താവ് പ്രവർത്തിക്കാതിരിക്കില്ല. ഒരുപാട് പേർ ആയാലോ കർത്താവ്, എല്ലാം കഴിഞ്ഞ് ഞാനിങ്ങനെ ഇരുന്ന് എന്റെ ജീവിതം ഇങ്ങനെ അവസാനിച്ച് പോകാനേ ഉള്ളൂ എന്നൊക്കെ ചിന്തിച്ചിരിക്കുമ്പോഴും പക്ഷെ പലത് വന്നിട്ടില്ല. ഏത് വന്നിട്ടില്ല? സൗമ്യം തഴി വന്നിട്ടില്ല. ഇത് വരാതെ ഇത് മാറുന്നുണ്ടോ? ഇത് വരാതെ മാറുന്നുണ്ടോ? 40 വർഷമായി. പിന്നെ
കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും രണ്ടുപേരും തമ്മിൽ വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുക. നോക്കിയപ്പോ ഒരാള് ആരാ? മിസ്രൈമൻ, ഒരാള് ഇസ്രായേലിൻ സഹോദരനാ. എന്നടാ രണ്ടുപേരും തമ്മിൽ വഴക്ക്? ഇവൻ അങ്ങനെ ഇത് ചെയ്തു. എന്താ പക്ഷെ ഈ ഉള്ളവര് പറഞ്ഞു കേട്ടിട്ടുണ്ട്, കൊണ്ടൂരി മർമ്മം, പിന്നെ എന്താണ് അങ്ങനെ ചില മർമ്മങ്ങളെ കുറിച്ച് കേട്ടിട്ടുണ്ട്. എന്നോടൊരാൾ അത് പറഞ്ഞതാ. ഇത് നമ്മൾ പഠിച്ച ഒരാളുണ്ടായി. മോശം ഇതെല്ലാം പഠിച്ചതാ. ഈ മറ്റേ എല്ലാ കാര്യങ്ങളും പഠിച്ചതാ. കൊണ്ടൂരി മർമ്മം ഇതെല്ലാം ഒരെണ്ണം കൊടുത്തു. ഒരു മനുഷ്യനെ തല്ലിക്കൊള്ളണമെങ്കിൽ എത്ര തല്ല് തരണം? ചാവോ? ചാവൂല. പക്ഷെ ഇത് എത്ര അടിക്കത്ത്? അപ്പൊ ഇയാളുടെ മർമ്മം എത്ര വരുന്നതെന്ന് നോക്കണം. അപ്പൊ ഇയാൾ എന്ത് പഠിച്ചെന്ന് നോക്കണം. അടിച്ച് അവിടെ കൊന്നു. മണലില് കൂട്ടുകാരനും കൂടി സഹോദരൻ കൂടി ഒന്ന് കുളിച്ചാൽ കൂടാ. മണലും മാറ്റി അവിടെ കുളിച്ചിട്ട് ഒറ്റ മനുഷ്യൻ അറിഞ്ഞില്ല. എന്ത് ഭയങ്കരാന്ന് പറഞ്ഞു. നമ്മൾ ഇത് കണ്ടിട്ടുണ്ട് യൂട്യൂബിലൊക്കെ. ഒരു സ്ത്രീ ഒരു കാല് ഇല്ലാതെ ഇങ്ങനെ നടക്കാൻ തന്നെ അവർക്ക് വയ്യ. ആ ഒരു ഭർത്താവിനെ കൊന്നു കുഴിച്ചിട്ടൊന്ന് അതെങ്ങനെ കൊന്ന് നേരെ എന്നിട്ട് വേണ്ട ഇത് ചെയ്യാനായിട്ട്. അപ്പൊ ഇതാവട്ടെ ഒരു ചില ജന്മങ്ങളാ. അതായത് ഇതെല്ലാം പഠിച്ചിട്ടുണ്ടെന്ന് മോശ അതിനെ പറയുന്നത് എന്താ? മിസ്രൈമിലെ സകല വിദ്യകളും ആര് പഠിച്ചു? മോശ പഠിച്ചിട്ടുണ്ട്. കൂടുതലൊന്നും നോക്കണ്ട, മറവ് ചെയ്ത്. ആ മറവ് ചെയ്തപ്പോ മോശയുടെ ആഗ്രഹം എന്താണെന്നറിയാം? ഇസ്രായേൽ എല്ലാരും കണ്ടല്ലോ. ആ ഇങ്ങനെ ഇരിക്കും. അപ്പൊ മോശയുടെ ഉൾ വ്യാപാരം എന്ന് പറഞ്ഞേ, മോശയുടെ ആ ഹൃദയത്തിലെ വിചാരം എഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഈ മോശ മുഖാന്തരമായിരിക്കും ഇസ്രായേൽ ജനത്തെ മിസ്രൈമിൽ നിന്ന് വിടുവിക്കുന്നത് ആര് വിചാരിച്ചു? എന്ന് ഇസ്രായേൽ ജനം വിചാരിക്കുമെന്ന് ആര് വിശ്വസിച്ചു? മോശ വിശ്വസിച്ചു. കണ്ടോ, ഞാൻ ഇത്രയും വലിയൊരു കാര്യം ചെയ്തപ്പോ ഇസ്രായേൽ മക്കളെല്ലാം ഇവൻ തന്നെ അത് ഇങ്ങനെ വേണം ഏറ്റവും ഇങ്ങനെ വേണം ചെയ്യാനായിട്ട്. എങ്ങനെ ചെയ്യണം? കാരണം ഏറ്റവും ആദ്യം ആ ഫറവാനെ ചെയ്യണം. അങ്ങനെ എങ്ങനെ? ഏറ്റവും ആദ്യം ആ ഫറവ കസേരയിരിക്കണം. അവനെ ഒറ്റയടിക്ക് അവനെ ചെയ്തിച്ചോ, അവനെ അവിടെ മറവുകയാണ്. ഇത് വിചാരിക്കുമെന്ന് വിചാരിച്ചു. പക്ഷെ സഹോദരന്മാര് കേട്ടില്ല, അവര് വിശ്വസിച്ചില്ല. കാരണം പിറകിൽ ആരുടെ കര? പിറകിൽ കർത്താവിന്റെ കര. പറ്റില്ല മോശ, നിന്നെ കൊണ്ട് പറ്റില്ല. നിന്റെ ഈ സ്വഭാവം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല. ജനത്തെ വിടുവിക്കാമെന്ന് വിചാരിക്കണ്ട. കർത്താവിന്റെ ആയുധമാകണമെങ്കിൽ പണി വേറെയാണ്. ആ പണി ഏതൊക്കെയാ പറഞ്ഞേ? ഇത് രണ്ടായുധമാണ്. സൗമ്യതയും. ഇപ്പൊ നീ ജയിച്ചു, ആരും കണ്ടില്ല, പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഇതുകൊണ്ട് ഇസ്രായേൽ ജനത്തെ വെച്ചെടുക്കാന്ന് വിചാരിക്കേണ്ട, കർത്താവിന്റെ വേല ചെയ്യാന്ന് വിചാരിക്കും. ഓടി അവിടെ നിന്ന് രാജാവ് കാര്യം അറിഞ്ഞപ്പോഴത്തേക്ക് ഓടിച്ചെന്ന് മരുഭൂമിയിൽ, ഇന്നത്തെ സ്ത്രീയുടെ ഭാഗം തോന്നുന്നു, മരുഭൂമിയിൽ ചെന്ന് ഓടിച്ചെല്ലുമ്പോ ഒരു വിദ്യാന്യ പുരോഹിതന്റെ വീട്ടിൽ ചെന്ന് വിട്ട്. മക്കള് ആടുകളെ മേയ്ക്കുക. അവരോട് കൂടെ ചെന്ന് പുരോഹിതന്റെ വീട്ടിൽ ചെന്നു. പുരോഹിതൻ സന്തോഷത്തോടെ കൈക്കൊണ്ടു. എനിക്ക് 2-3 മക്കൾ. ഒരെണ്ണത്തെ പിടിച്ചങ്ങ് ഏൽപ്പിച്ചു. കുറച്ചു ആടുകളെ ഏൽപ്പിച്ചു. നടണം. ഇവിടെ കൂലി ഒന്നും പറയാനില്ല, നമ്മളൊന്നും വായിക്കാനില്ല. ഇതാ എന്റെ വിധി. ഇതാ ആടുകൾ മേയ്ക്കാൻ തുടങ്ങി. 1 ദിവസം, 2 ദിവസം, 3 ദിവസം. ഇപ്പൊ വരും മിസ്രൈമിൽ നിന്ന് കുറെ പേര് കൂടി, സഹോദരന്മാർ കൂടി വന്ന് എന്നെ ആദരിച്ചു കൊണ്ടുപോയി അവിടെ വേലയ്ക്കാക്കും, എന്നെ ഇസ്രായേൽ തലവനാക്കും. ഒന്നും കാണുന്നില്ല. വർഷം 20 ആയി. 30 ആയി.
ചിന്തിച്ചു നോക്കിയാണ്, ചിന്തിച്ചു നോക്കി. അപ്പൊ പതുക്കെ തലയൊക്കെ താഴാൻ തുടങ്ങി. തലയൊക്കെ താഴാൻ തുടങ്ങി. വർഷം 40. എല്ലാം ഉപേക്ഷിച്ചു. എല്ലാം ഉപേക്ഷിച്ചു. ഒരു പിടി ഓർമ്മ മാത്രം. ഓർമ്മ മാത്രം, ഒന്നുമില്ല. അങ്ങനെയാണ് ആടുകളെ മേയിച്ചു കൊണ്ടുപോയി ഇവരോളം ചെന്നത്. അവിടെയാണ് ഒരു അസാധ്യ കാഴ്ച കാണുന്നത്. ആകാശം മുട്ട കത്തുന്ന ഒരു തീ. കത്തുന്നത് മുൾപ്പടർപ്പാണ്. മുൾപ്പടർപ്പ് കത്തുന്നുമില്ല, തീ ആളി കത്തുന്നുണ്ട്. ഇതെന്ത് വിചിത്രമായ സംഭവം എന്ന് പറയാതെ നേരെ എങ്ങടിയെന്നു. അവിടുന്ന് ഒരു ശബ്ദം, മോശെ അടിയൻ ഇങ്ങോട്ട് അടുക്കരുത്. ഈ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമി ആകയാൽ കാലിൽ ചേർപ്പഴിച്ചു കളഞ്ഞു. ഞാൻ നിന്നെ എന്റെ ജനത്തെ ഇസ്രായേലിനെ മിസ്രയീമിൽ നിന്ന് വിടുവിച്ചു കനാൻ ദേശത്തേക്ക് കൊണ്ടുപോകാൻ അയക്കാൻ വന്നതാണ്. എന്ത് ചെയ്യാനാ? 40 വർഷം മുമ്പായിരുന്നെങ്കിലോ, ചോര നീരുള്ള സമയത്തായിരുന്നെങ്കിലോ, അന്ന് ആയിരുന്നെങ്കിൽ, ആ 40 വർഷം മുമ്പായിരുന്നെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാമായിരുന്നു. എന്തെല്ലാം കാര്യങ്ങൾ. പക്ഷെ ഇന്ന് ഞാൻ എന്ത് ചെയ്യാനാ? കർത്താവിന്റെ വചനം പറയുന്നത് നീ ഈ ലോകത്തിലേക്കുള്ള സകല മനുഷ്യരിലും ആരായി? ഇത് പറഞ്ഞു വചനം പറഞ്ഞാൽ മതി. മോശ സകല ഭൂവാസികളിലും അതിസൗമ്യനായി. എത്ര വർഷം കൊണ്ട്? കർത്താവ് നുകം വെച്ച് പഠിപ്പിച്ചു. 40 വർഷം നുകം വെച്ചതാ. ഈ നുകം കൊണ്ട് കാര്യങ്ങൾ പഠിച്ചു. ഇന്ന് അവനൊന്നും സാധിക്കില്ല. പക്ഷേ നിന്റെ ആരോഗ്യം പോയോ? പ്രശ്നമില്ല. നിന്നെ കുറിച്ചുള്ള നിന്റെ വിചാരങ്ങളുടെ മതിപ്പ് പോയോ? സാരമില്ല. പണമില്ലേ? സാരമില്ല. നിനക്ക് ആരുമില്ലേ? സാരമില്ല. പക്ഷെ 2 കൂട്ടുകാര് നിന്നെ വിട്ടുപിരിയാതെ ഉണ്ടോ? ആരാ? സൗമ്യതയും താഴ്മയും നിനക്കുണ്ടോ? ഓ, നീ മതി. ഓ, ഹല്ലേലൂയ. കൃപയ്ക്കായി സ്തോത്രം. പക്ഷെ ഒരു കാര്യമുണ്ട്. ഇപ്പൊ നീ ആള് റൈറ്റാ. നിന്നെ അയക്കാൻ പോവാണ്. ഏകാദശം കർത്താവ് ഉദ്ദേശിക്കുന്ന രീതിയിൽ നീ വന്നു കഴിഞ്ഞു. നിന്നെ കൊണ്ട് കർത്താവ് വേല ചെയ്യിക്കും, ഉറപ്പാണ്. പക്ഷെ നീ ഇന്ന് മറ്റേ 4 കാര്യം ഓർത്തോളണം. ഓ, യാത്ര അയക്കാൻ മറന്നുപോയി. അതൊക്കെ അത് ഒന്നും പറയില്ല. ഭാരം വയ്ക്കരുത്, അന്വേഷണം ചെയ്യരുത്, പ്രതികാരം ചെയ്യരുത്, വിധിക്കരുത്. ചെയ്യരുത്. നീ ഇത്രയും കാര്യം ആർക്കുള്ള? ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന്. ഇത്രയും കാര്യം ആർക്കുള്ള? നിന്നോട് മത്സരിച്ചവൻ അവന്റെ കൂട്ടുകാരെല്ലാവരുമായിട്ട് ജീവനോടെ പാതാളത്തിലേക്ക് ഇറങ്ങുന്നത് നിന്റെ കണ്ണുകൊണ്ട് കേട്ടു. ശരിയാണോ? നിന്നോട് ആരെതിർത്താലും ധൂളിയായി പോകുന്നത് നീ കാണും. കർത്താവ് നീ ഭാരം എല്ലാം കർത്താവിന്റെ മേൽ വെച്ചല്ലോ. മിടുക്കൻ. പ്രതികാരം കർത്താവിനെ കൊടുത്തല്ലോ. നല്ലത്. നിന്റെ ഇഷ്ടം നീ ചെയ്തില്ലല്ലോ. ഏറ്റവും നല്ലത്. നീ ആരെയും വിധിച്ചില്ലല്ലോ. അതും നല്ലത്. ഒരബദ്ധം പറ്റി. ഒരു കാര്യം തെറ്റിപ്പോയി. ഏത് കാര്യം? നിന്റെ ജനത്തിന് മക്കളോട് ഉറക്കപ്പറ. പക്ഷേ അതിനെ തെറ്റി. ഇപ്പൊ മുഖത്തൊരു വാട്ടോ. അതുള്ളിടത്തോളം കാലം ഒരു പരിധി വെച്ച് മാത്രമേ ദൈവാത്മാവ് ഇടപെടുന്നുള്ളൂ. ജീവിതം ഒരു മറയത്തിരിക്കുന്നതിന്റെ കാര്യം മനസ്സിലാക്കിക്കൊള്ളു. ഇപ്പോഴും ജീവിതം മറയത്താണ്. കാരണം
ഹൃദയത്തെ പരിശോധിക്കുന്നുവെന്ന് നോക്കുമ്പോൾ ചില കാര്യങ്ങൾ ഹൃദയത്തിലുണ്ട്. അത് മുഖത്ത് കാണാം. അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ സാധിക്കുന്നില്ല. ഈ ഉപവാസത്തിൽ അത് നീങ്ങിപ്പോകണം. ഉപവാസിരിക്കുന്ന ഒരു കാര്യം മാത്രമല്ല ഈ പറയാം. ആരെല്ലാം ഈ ഉപവാസത്തിൽ സംബന്ധിക്കുന്നുണ്ടോ അത് ഒക്കെയും ഇത് സംഭവിക്കണം. അങ്ങനെയെങ്കിൽ ഇത് വിജയമാണ്. അത് ഉപവാസിരിക്കുന്നവരായാലും അല്ലെങ്കിലും ഇനിയും അത് ഉള്ളിൽ വെച്ചുകൊണ്ട് മുഖത്ത് ആ നിഴലുണ്ട് എങ്കിൽ ഓർത്തുകൊള്ളണം, ദൈവപ്രവൃത്തിയാകുന്ന നിൽക്കുമല്ലോ. നമുക്ക് കുട്ടികളെ പ്രാർത്ഥിക്കാം. നമ്മൾ പഠിച്ച വചനം അത് ഹൃദയത്തിൽ ഉണ്ടായാൽ മതി. സ്തോത്രം. സഭയ്ക്ക് ക്രമീകരണമാണെന്ന് സംശയിക്കുന്ന എന്തിനാ? അതുകൂടി അങ്ങ് നീക്കിക്കളഞ്ഞാൽ എത്ര ഭംഗിയായിട്ട് ഈ ഉപവാസം അവസാനിക്കും. എത്ര ഭംഗിയായിട്ട് ഈ ഉപവാസം ജീവിതത്തിലേക്ക് വരും. ഞാനിനി അടിമയല്ല. അങ്ങനെ മോശയുടെ ദിവസം വന്നു. ജനമെല്ലാം വെള്ളത്തിന് പെറുവിർത്തു. മോശയെ കല്ലെറിയണമെന്ന് വരെയുള്ള വാക്കുകൾ കേട്ടു. ഒടുവിൽ കർത്താവ് പറഞ്ഞതനുസരിച്ച് പാറയെ അടിച്ചു. പക്ഷേ അധരങ്ങളാൽ അവിവേകം സംസാരിച്ചു. വിധിയും വന്നു. കലഹജലത്തിങ്ങൾ എന്നെ വിശദീകരിക്കായിക്കോട്ടോ, നീ കനാൻ ദേശത്ത് കടക്കുകയില്ല. തെറ്റ് ചെയ്തത് ആര്? ഇസ്രായേൽ ജനം. ശിക്ഷ അനുഭവിച്ചത് ആര്? ഇന്നത് നീക്കിക്കളയാം. കർത്താവ് സ്തോത്രം. ഇന്ന് ഹൃദയത്തിൽ എന്തെങ്കിലും കയ്പുള്ള വേര് വരുമ്പോൾ, വേദന വരുമ്പോൾ, നീരസം വരുമ്പോൾ അതിനൊറ്റ മരുന്ന. ഏത് ചികിത്സയ്ക്കും ഒരു ഒറ്റമൂലി ഉള്ളതുപോലെയാണ് മനുഷ്യന്റെ ഉള്ളിൽ വരുന്ന ഭാരം, പ്രതികാരം, തന്നിഷ്ടം, വിധി, ഈ കാര്യങ്ങൾ ഉള്ളിൽ വരുമ്പോൾ അപ്പോൾ തന്നെ അതിനൊരു ഒറ്റ വാക്യമാണുള്ളൂ. ഏതാണ്? യോസേഫ് പറഞ്ഞ പോലെ, യോസേഫിന്റെ മുമ്പിൽ സഹോദരന്മാർ വന്ന് വീണപ്പോൾ, നിങ്ങളെ രക്ഷിക്കാൻ ഞങ്ങളുടെ അറിയായ്മയുടെ കാലം, ഞങ്ങൾ വല്ലാത്തൊരു കാലത്ത് എന്നോട് ചെയ്ത ദ്രോഹമൊക്കെ ക്ഷമിക്കണം, ഞങ്ങളെ ഉപദ്രവിക്കരുതെന്ന് പറഞ്ഞപ്പോൾ യോസേഫ് പറഞ്ഞ ഒറ്റ വാക്കാണ്. പറഞ്ഞേ, ഞാൻ ദൈവത്തിന്റെ സ്ഥാനത്തിരിക്കുന്നു. അത് തന്നെ ഉത്തരം. നമ്മുടെ ഉള്ളത്തോട് പറയാം, എനിക്ക് വെറുപ്പുണ്ടെന്ന്. ഞാൻ സഹോദരനോട് ഭയങ്കര വെറുപ്പാ, പക്ഷെ പാടില്ല, ഞാൻ ദൈവത്തിന്റെ സ്ഥാനത്തിരിക്കുന്നില്ല. എനിക്ക് പ്രതികാരമുണ്ട്, പക്ഷേ ഞാൻ ദൈവത്തിന്റെ സ്ഥാനത്ത്, ദൈവത്തിന്റെ അധികാരം ഞാൻ കീഴെടുക്കാൻ പാടില്ല. അത് പാടില്ല. അത് ദൈവത്തിനുള്ളതാ. ഞങ്ങൾ തമ്മിൽ ഒന്നിച്ച് എഗ്രിമെന്റ് ആയിട്ട് യാത്ര തുടങ്ങിയേക്കുന്നതാ. ആദ്യം അവരെന്ത് ചെയ്തതാ എന്ന് പറഞ്ഞ് അവന്റെ സ്വഭാവം വരാനായിട്ട് എന്ത് ചെയ്തു? മുഖം വെച്ച് പഠിപ്പിച്ചതാ. അങ്ങനെ സ്വഭാവം ഏതൊക്കെയാ? സൗമ്യതയും. അത് കഴിഞ്ഞതിന് ശേഷമുള്ള യാത്രയിലാ ഈ 4 കാര്യം എടുക്കാൻ പാടെന്ന് പറഞ്ഞു. ഏതൊക്കെയാ? ഭാരം, തന്നിഷ്ടം, പ്രതികാരം, വിധി. ഇത് എടുക്കാൻ പാടെന്ന് പറഞ്ഞേക്കണം. അതൊക്കെ കർത്താവിനുള്ളതാന്ന് പറഞ്ഞേക്കടാ. നീ എടുക്കണ്ട, ബാക്കി അത് ചെയ്തോളാന്ന്. അത് അവൻ ചെയ്തോളും. നീതിയോടെ വിധിക്കുന്നവൻ, പ്രതികാരത്തിന്റെ ദൈവം അടങ്ങിയിരിക്കോ? തന്റെ കൂട്ടുകക്ഷിയെ ഉപദ്രവിക്കുന്നു കേട്ടോ, അവൻ അടങ്ങിയിരിക്കോ? ഇല്ല. ഓ ഹല്ലേലൂയ. സ്തോത്രം. സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ദൈവാത്മാവ് സ്പർശിച്ച വ്യക്തിയുണ്ട്. ഹല്ലേലൂയ. സ്തുതിച്ച് പ്രാർത്ഥിച്ചേ.
ഹല്ലേലൂയ. സ്തുതിക്കുന്ന ദൈവമേ, സ്തുതിക്കുന്ന കർത്താവേ, വിഷയത്തിൽ ഇടപെടുമാറാകണം. വിഷയത്തിൽ ഇടപെടട്ടെ. വിഷയത്തിലോട് സഭയ്ക്ക് ക്രമീകരണം തരണമേ കർത്താവേ. ക്രമീകരണത്തോടുകൂടി എഴുന്നേൽക്കാൻ കൃപ തരണമേ പിതാവേ. എല്ലാവർക്കും കർത്താവിന്റെ സ്തോത്രം. നമുക്ക് ഇത് കഴിഞ്ഞിട്ട് വിശ്രമിച്ച് ചില കാര്യങ്ങൾ വൈകിട്ടത്തേക്ക് ക്രമീകരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. ആർക്കെങ്കിലും പ്രാർത്ഥിക്കാം. ഇല്ലെങ്കിൽ അവസാനമായിട്ടും പുസ്തകം പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. പ്രവർത്തിക്കണ്ടെങ്കിൽ